നമസ്കാരം, എൻ്റെ പേര് അനീഷ്, ഇലന്തൂർ നിവാസിയാണ്, ഒരു പടയണി കലാകാരനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡിൻ്റെ സ്ഥിതി ചെയ്യുന്ന കുന്നത്തുചിറ എന്ന് പറയുന്ന കുളത്തിൻ്റെ വശത്താണ്. ഏകദേശം 10-30 വർഷം മുമ്പേ ഈ ചിറ കാട് കയറി, അതുപോലെ തന്നെ കള കയറി, മണ്ണും കയറി, ചെളി നിറഞ്ഞ് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു ഈ ചിറ. പിന്നെ വന്ന ഭരണസമിതിക്കാർ ഈ കുളം വൃത്തിയാക്കുകയും തുടർന്ന് ഇപ്പോൾ ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ വിഹിതം വെച്ച് കുളം നവീകരിച്ചിട്ടുള്ളതാണ്. ഇതിലാണെങ്കിൽ അലങ്കാര മത്സ്യങ്ങളാണ്. ഇവിടെ എന്നും വൈകുന്നേരങ്ങളിൽ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാനും അലങ്കാര മത്സ്യങ്ങളെ കാണാൻ വേണ്ടിയും എന്നും ധാരാളം ജനങ്ങൾ, ഈ പ്രദേശം ഒഴിച്ച് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ഇതിൻ്റെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയും മീനുള്ള തീറ്റ കൊടുക്കുകയും കുറേ നേരം ഈ തണൽ തിരുന്ന് കുറേ നേരം അവരുടെ സമയങ്ങൾ ചിലവിട്ടിട്ടാണ് ഓരോ ആൾക്കാർ സന്തോഷമായി ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ചൂട് സമയം താഴ്ന്നുകൊണ്ടാണ് ഇപ്പം നീന്തൽ പഠിപ്പിക്കുന്നത്. എങ്കിലും കുട്ടികൾ ധാരാളം ഈ കുളത്തിൽ വരുന്നുണ്ട് നീന്തൽ പഠിക്കാനായിട്ട്. വളരെ മനോഹരമായ രീതി തന്നെ ഈ കുളത്തെ റിനോവേറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ആഴത്തിൽ ചെളിയും മറ്റും നീക്കം ചെയ്ത് ഇതിൻ്റെ ആഴം കൂട്ടി ഇതിനെ ഈ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കുളമായി തന്നെ നിലനിർത്താൻ ഈ ഭരണസമിതി സഹായിച്ചു. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചുറ്റുവേലിയൊക്കെ വെച്ച് പിടിപ്പിച്ചു, പെയിൻ്റ് അടിപ്പിച്ചു, എല്ലാം റെഡിയാക്കി. ഇപ്പം വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ മീനെ കാണാൻ പറ്റും. ഇപ്പോൾ ചൂട് സമയമാണ്ട് മീൻ അടിത്തട്ടിലായിരിക്കും. അപ്പോൾ വെട്ടം ഒന്നും അങ്ങ് താഴ്ന്ന സമയത്ത്, അതായത് തണൽ വീഴുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ചൂട് മാറുന്ന സമയത്ത് മീനുകളെല്ലാം ഉയർന്ന തരത്തിൽ വരികയും നമുക്ക് ആ ഭംഗിയുള്ള മീനുകളെ കണ്ട് ഒരുപാട് നേരം നമുക്ക് ഇവിടെ തന്നെ സമയം ചെലവിടാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് കാണാം ഈ വശങ്ങളിൽ വെച്ചിരിക്കുന്ന മരങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ഈ തണലൊരുക്കാൻ വേണ്ടി അവർ വെച്ചുപിടിപ്പിച്ച മരങ്ങളാണ്. ഇത് കുളത്തിൻ്റെ റിനോവേഷൻ, അതായത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർ ഈ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നല്ലൊരു തണലാണ് ഇവിടെ ഒരുക്കി. കാരണം വൈകുന്നേരം വിശ്രമവേളകളായാലും ഈ ചൂട് സമയത്തായാലും ആൾക്കാർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ മരങ്ങളുടെ വളർച്ച. അതോടൊപ്പം തന്നെ ഈ കുളത്തിൻ്റെ ഈ അളവെന്ന് പറയുന്നത് ഈ ചുറ്റുപ്രദേശത്തെ വാട്ടർ ലെവൽ എന്ന് തന്നെ പറയാം. അതായത് ഈ ജലത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഓരോ കിണറ്റിലെ വെള്ളത്തിൻ്റെ അളവ് നിൽക്കുന്നത്. ശരിക്കും അതൊരു കുടിവെള്ള സ്രോതസ്സാണ് തന്നെ നമുക്ക് പറയാം. അതിൽ എൻ്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ ഒരു 40 വർഷത്തിന് മുമ്പേ ഇതുപോലെ ജലം ഒന്നും കണ്ടിട്ടിരുന്നില്ല. ഇപ്പം ഈ ജലത്തെ പ്രളയകാലത്ത് ഈ കുളം മുങ്ങുകയും, അതായത് നല്ല മഴക്കാലത്ത് ഇത് ഓവർഫ്ലോ ആവാൻ വേണ്ടി തുറന്നു പോകാൻ വേണ്ടി വാൽവ് വരെ നമുക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുളം നിറയുവാണെങ്കിൽ ജലം പുറത്തേക്ക് പോകാൻ ഒരു വാൽവൊക്കെ വെച്ച് സംഘടിപ്പിച്ചാണ് ഈ കുളം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മഴക്കാലത്ത് ഈ കുളം നിറയുകയും അതുപോലെ തന്നെ വേറെ ഉണ്ട്, ഇന്നത്തെ മത്സ്യങ്ങളെ ആർക്കും പിടിക്കാൻ സാധിക്കില്ല. കാരണം അലങ്കാര മത്സ്യങ്ങളാണ്, അത് അനുവദിക്കുകയില്ല. ചുറ്റോട് ക്യാമറകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുളത്തിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്ന വേസ്റ്റ് ഇടുന്ന പ്ലാസ്റ്റിക്കുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ വേസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. സംരക്ഷിക്കുക, പൂർണ്ണ മാലിന്യ വിമുക്തമായി തന്നെ
വരും തലമുറകൾക്ക് പ്രയോജനമാകുന്നത്തക്ക രീതിയിൽ അവർക്കും ഈ കുളത്തെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഈ കുളത്തെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇത് കാണാൻ വരുന്ന കാഴ്ചക്കാർക്കും ഇതിൻ്റെ ഭരണസമിതിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇതിലെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരേ തുല്യ ബാധ്യസ്ഥരാണ്. ഈ കുളം ഇതേപോലെ തന്നെ നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.